കാസ്പിയൻ കടലിൽ വെച്ച് ഇറാനിയൻ ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഉക്രൈനും ഇറാനും തമ്മിൽ പുതിയ നയതന്ത്ര സംഘർഷങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. റഷ്യൻ സൈനിക നീക്കങ്ങൾക്കുള്ള സഹായങ്ങൾ തടയാൻ ഉക്രൈൻ നടത്തിയ നീക്കത്തിനിടയിലാണ് ഇത്തരമൊരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക ചരക്കു നീക്കത്തെ ലക്ഷ്യമിട്ടാണ് കാസ്പിയൻ കടലിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. എന്നാൽ ആക്രമിക്കപ്പെട്ടത് തങ്ങളുടെ വാണിജ്യ കപ്പലാണെന്നും ഇതിലൊരു ഇറാനിയൻ നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ വെളിപ്പെടുത്തി. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് വഴി തുറന്നതോടെ സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഉക്രൈൻ ഉടനടി ഇടപെടുകയായിരുന്നു. ഉക്രൈന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ആന്ദ്രി സിബിഹ ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു. ഇരു വിദേശകാര്യമന്ത്രിമാരും തമ്മിൽ നടത്തിയ ദീർഘമായ സംഭാഷണത്തിൽ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം മനഃപൂർവ്വമായിരുന്നില്ല എന്ന് ഉക്രൈൻ ഔദ്യോഗികമായി വിശദീകരിച്ചു. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ സൈനിക നടപടികളുടെ ലക്ഷ്യമെന്നും സിബിഹ ഇറാനെ അറിയിച്ചു. കഠിനമായ നയതന്ത്ര സാഹചര്യങ്ങളിലും നേരിട്ടുള്ള ചർച്ചകളാണ് പ്രധാനമെന്ന് സിബിഹ വ്യക്തമാക്കി. ആവശ്യമില്ലാത്ത രീതിയിൽ മേഖലയിൽ യുദ്ധാന്തരീക്ഷവും സംഘർഷവും വർദ്ധിപ്പിക്കാൻ ഉക്രൈൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സാധാരണക്കാരായ ആളുകളെയോ വാണിജ്യ കപ്പലുകളെയോ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഉക്രൈൻ സൈന്യത്തിന് യാതൊരു പദ്ധതിയും ഇല്ലായിരുന്നുവെന്ന് സംഭാഷണത്തിന് ശേഷം സിബിഹ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. ഇറാനിയൻ പൗരന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ നിലവിലെ എല്ലാ സംഭവങ്ങൾക്കും കാരണം റഷ്യയുടെ അനധികൃത അധിനിവേശമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉക്രൈൻ നൽകിയ വിശദീകരണത്തെ തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായി. ആക്രമണം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന ഉക്രൈന്റെ ഉറപ്പ് അംഗീകരിക്കുന്നതിനായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കാൻ ഇറാനും ആഗ്രഹിക്കുന്നില്ലെന്ന് അരാഗ്ചി കൂട്ടിച്ചേർത്തു. എന്നാൽ തങ്ങളുടെ പൗരന്മാർക്ക് നേരെയോ ദേശീയ താൽപര്യങ്ങൾക്ക് നേരെയോ ഉണ്ടാകുന്ന ഏതാക്രമണവും വെച്ചു പൊറപ്പിക്കാനാവില്ലെന്ന് ഇറാൻ കർശന മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്കും നാവികന്റെ മരണത്തിനും ഉക്രൈൻ കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന കർശനമായ ആവശ്യവും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കപ്പലിനുണ്ടായ തകരാറുകൾ പരിഹരിക്കുന്നതിനും സാമ്പത്തിക പുനഃസ്ഥാപനത്തിനും കീവ് മുൻകൈയെടുക്കണമെന്നാണ് ടെഹ്റാന്റെ നിലപാട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാസ്പിയൻ കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലിന് നേരെ സ്ഫോടനമുണ്ടാകുന്നത്. ഇത് ഇറാന്റെ വാണിജ്യ കപ്പലാണെന്നും ശത്രുതാപരമായ നീക്കമാണ് ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ആരോപിച്ച് ഇറാൻ ടെഹ്റാനിലെ ഉക്രൈൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. റഷ്യയും ഇറാനും തമ്മിൽ കാസ്പിയൻ കടൽ വഴി നടക്കുന്ന വൻതോതിലുള്ള ആയുധ സൈനിക ഗതാഗതം നിരീക്ഷിച്ച ശേഷമാണ് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കപ്പലുകളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഒരു സാധാരണ ചരക്കു കപ്പൽ ഉൾപ്പെട്ടതാണ് നയതന്ത്ര തലത്തിൽ ഉക്രൈനെ പ്രതിരോധത്തിലാക്കിയത്. ഇതോടെയാണ് ഇറാനെ കാര്യം ഗ്രഹിപ്പിക്കാനും ആഗോളതലത്തിൽ തങ്ങൾക്കെതിരെ പുതിയൊരു മുന്നണി രൂപപ്പെടുന്നത് തടയാനും കീവ് ഉടനടി ചർച്ചകൾക്ക് തുടക്കമിട്ടത്. സംഭാഷണ മധ്യേ റഷ്യക്ക് നൽകുന്ന സൈനിക പിന്തുണ ഇറാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഉക്രൈൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. റഷ്യൻ സൈന്യത്തിന് ഇറാൻ നൽകുന്ന ഡ്രോണുകളും ആയുധങ്ങളും ഉക്രൈനിലെ സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർക്കാൻ ഉപയോഗിക്കുകയാണെന്ന് സിബിഹ ചൂണ്ടിക്കാട്ടി. റഷ്യ നടത്തുന്ന അനിയന്ത്രിതമായ യുദ്ധമാണ് മേഖലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതകൾക്കും മൂലകാരണമെന്ന് ഉക്രൈൻ കുറ്റപ്പെടുത്തി. വരാനിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ റഷ്യ പിന്തുണയ്ക്കുന്നതിൽ നിന്നും ഇറാൻ പൂർണ്ണമായും പിന്മാറണമെന്നാണ് അവരുടെ ആവശ്യം. റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ ശക്തമാണ്. ഷാഹിദ് ഡ്രോണുകൾ അടക്കമുള്ള ഇറാന്റെ സൈനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈനിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ഈ പശ്ചാത്തലത്തിൽ കാസ്പിയൻ കടൽ വഴിയുള്ള സൈനിക സപ്ലൈ ലൈനുകൾ തകർക്കാൻ ഉക്രൈൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നിർഭാഗ്യകരമായ കപ്പൽ അപകടം സംഭവിക്കുന്നത്. ഇറാനിയൻ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ മറ്റു രാഷ്ട്രീയ നീക്കങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൻ സാർ ഉക്രൈന്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുകയും ഇറാന്റെ ഭീഷണികളെ ഒരുമിച്ച് നേരിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. കാസ്പിയൻ കടൽ മേഖല തന്ത്രപ്രധാനമായ ഒരു വ്യാപാര പാതയായതിനാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ സൈനിക നീക്കങ്ങൾ പോലും വൻകിട ശക്തികളുടെ ഇടപെടലിന് കാരണമായേക്കാം. അതിനാൽ തന്നെ ഇറാനുമായുള്ള വിഷയം ഉടൻ തന്നെ പരിഹരിക്കാൻ ഉക്രൈൻ പരമാവധി ശ്രമിക്കുന്നു.
തുടക്കത്തിൽ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത ഇറാൻ ഉക്രൈന്റെ ഔദ്യോഗിക വിശദീകരണത്തിന് ശേഷം നിലപാട് അയച്ചിട്ടുണ്ട്. എങ്കിലും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചനയും അവർ നൽകുന്നു. റഷ്യക്കെതിരായ യുദ്ധം നീണ്ടുപോകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് ഉക്രൈൻ ഓരോ നയതന്ത്ര നീക്കവും നടത്തുന്നത്. ഇറാന്റെ സാമ്പത്തിക നഷ്ടങ്ങൾ നികത്താനും വരും ദിവസങ്ങളിൽ കാസ്പിയൻ കടലിലെ സുരക്ഷാ ഉറപ്പുകൾ പാലിക്കാനും ഉക്രൈൻ സ്വീകരിക്കുന്ന നടപടികളാകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധത്തെ നിർണ്ണയിക്കുക.